ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷിക്കുകയാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് പോകുന്നു. ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യത്തിലും സന്തോഷം കണ്ടെത്താൻ പഠിച്ചാൽ ഓരോ ദിവസം ഒരു അനുഗ്രഹമായിരിക്കും. ഇങ്ങനെയൊക്കെ നല്ലൊരു ചിന്തിച്ചു കൊണ്ടിങ്ങനെ സമാധാനത്തോടെ നമ്മളെ വീഡിയോ തുടങ്ങാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിലുള്ളത് എന്താണ്, ബ്രേക്ക്ഫാസ്റ്റ് നീർദോശ ഉണ്ടാക്കുന്നതും അതിലേക്ക് ഒരു വെള്ളക്കടലന്റെ കറി താളിച്ചെടുക്കുന്നതൊക്കെ എൻ്റെ വീഡിയോയിലുള്ളത്. പിന്നെ എന്താ ഉച്ചക്കത്തെ ലഞ്ചിലേക്കുള്ള എന്താണ് മത്തി വറ്റിച്ചെടുക്കുന്നതും അതിലേക്ക് ഒരു പപ്പായ കറിയൊക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ കുട്ടികളെ കുറച്ച് കളികളൊക്കെയാണ് ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞാനിത് അവിടെ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി നിങ്ങളോട് പറഞ്ഞതിൻ്റെ ഇടയിൽ അതിൻ്റെ കടലൊക്കെ നന്നാക്കി കേഞ്ചി വെച്ചിട്ട് ഞാനത് കുക്കറിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പച്ചമുളകും 3 ചീരമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ വെച്ചിട്ട് ഞാൻ അടുപ്പത്തിൽ സ്റ്റവ് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ അതിലേക്ക് നമ്മൾ ആദ്യം കറി ഉണ്ടാക്കട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ മാവ് അരക്കാൻ പോയത് കേട്ടോ. അപ്പൊ കറി ഞാനിവിടെ കഴിക്കോളൂ. അപ്പോൾ ഇതാ നീർദോശക്കല്ലേ മാവ് അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നാക്കി വെള്ളം ഒഴിച്ചെടുത്ത് കാണ്ട് ഞാൻ കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ നീർദോശ റെഡിയാകുക. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇനി പുറത്ത് വറുത്തെടുക്കുന്നത് ഇത് കത്തിച്ചെടുക്കണം കേട്ടോ. ഈ നീർദോശയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ്. അതിനനുസരിച്ചുള്ള ബാറ്റർ തയ്യാറാക്കണം. പിന്നെ വെള്ളം, അരി, ഉപ്പും ഒക്കെ പാകാക്കേണ്ട ചൂടായ തവിയിൽ പാകം ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ നല്ലൊരു കട്ടില്ലാതെ പറഞ്ഞ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നീർദോശ നമുക്ക് തയ്യാറായി കിട്ടും. അപ്പൊ അവരൊക്കെ പരത്തിയിട്ട് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു ദോശ കിട്ടും. അങ്ങനെ മിന്നുമോട് ഞാൻ അവളോട് നീർദോശക്കുള്ള പരിപാടിയൊക്കെ അവളോടാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പുറത്ത് ജിതുമോന് മുറ്റടിച്ചു തരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് ഒന്ന് പോയിട്ടുണ്ട്. അവനോട് ഞാനിങ്ങനെ ഏതായാലും അടങ്ങി നിൽക്കില്ല. അപ്പൊ എന്തെങ്കിലും ഒരു പണി അവനിട്ട് കൊടുക്കണം. അപ്പൊ അങ്ങോട്ട് എന്തിനൊക്കെ ഒന്ന് ഓടിയിട്ടുണ്ട്. അത് എന്തിനാന്ന് അറിയില്ല. ഞാൻ കുറച്ച് വിറകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കളിക്കാനിനി. അപ്പൊ ഇതാണ് ഈ ഒരു ലെവൽക്കാണ് ഇതിന്റെ ബാറ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാനാണെങ്കിൽ പുറത്ത് വിറകടുപ്പ് കത്തിച്ചിട്ട് 2-3 ദിവസമായിട്ടോ. അപ്പൊ ഈ ഒരു അടുപ്പിനുള്ള കുഴപ്പം എന്താ വെച്ചാല് 2 ദിവസം കത്തിക്കാനാൽ പിന്നെ കത്തിക്കിട്ടാൻ കുറച്ച് പ്രയാസം കേട്ടോ. കത്തിച്ചുകൊണ്ടിരിക്കും പിന്നെ പ്രശ്നമില്ല. അപ്പൊ ആ ഒരു വക ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. കത്താഴം കത്തിക്കുമ്പോൾ കുറച്ച് പുകയൊക്കെ ഇട്ട് അകത്തേക്കും മുന്നോട്ടേക്കും വന്നിട്ട് ഇരിക്കട്ടോ. പിന്നെ കത്തി കഴിഞ്ഞ് പിന്നെ അതിന്റെ ലെയറൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഇവിടെ ഇല്ല ഒരു പ്രശ്നമുണ്ട്. പിന്നെ 2 ദിവസമൊക്കെ മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മടിച്ചില്ല. അപ്പൊ ഇന്ന് മഴയൊന്നും ആയിട്ടില്ല, മഴയൊന്നും ഇല്ലേനല്ലേ. പിന്നെ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളിലും മദ്രസിനൊക്കെ അവധിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് വന്നത് കേട്ടോ. മദ്രസ ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ത്യയിലാണെങ്കിൽ വാട്സപ്പ് എന്തൊക്കെ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് വാട്സപ്പിൽ വന്ന മെസ്സേജ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒന്നാമത് സ്റ്റോറേജ് ഫുള്ളാക്കിയിട്ട് വാട്സപ്പൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയി. പിന്നെ ഞാൻ രാവിലെ പിന്നെ സ്കൂളത്തെ ടീച്ചറെ വോയിസ് മെസ്സേജ് പിന്നീട്ട് കാണുന്നത്. അങ്ങനെ പിന്നെ മദ്രസ്കൾക്കും അവധി ബാധകമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് മദ്രസ ഗ്രൂപ്പ് ഉസ്താദ് വിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ വാട്സപ്പൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ കാണാനുണ്ട്. അപ്പോൾ അങ്ങനെ സുബീക്ക് ഇവരുടെ മദ്രസക്ക് പോകാനുള്ള ചായയും കടിയൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ചായ കൊടുത്തിട്ട് ഞാൻ പിന്നെ 7 മണി ആയപ്പോഴാണ് ഞാൻ ഇവർക്ക് നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോഴേക്കും തീരുമാനം എന്തൊക്കെയൊരു ദേഷ്യം പിടിച്ചിട്ടാണ്ട് അതേ കാട്ടി കിട്ടേണ്ട സമയത്ത് വിചാരിച്ച സമയത്തൊന്നും ആയിട്ടില്ല. അങ്ങനെ ഇപ്പൊ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ മുറ്റടിക്കണ്ട. അപ്പൊ എന്തോ പറഞ്ഞിട്ടോ. അപ്പൊ ഈ കുട്ടികൾക്കുള്ള ഒരു സ്വഭാവമാണ് മുതിർന്നവരെ ചെരുപ്പിടുക. അതിട്ടതുകൊണ്ട് തന്നെ എന്തോ പറഞ്ഞിട്ടോ. അപ്പൊ ആ ഒരു കുശുമ്പാണ് അവിടെ കാട്ടിൽ നിങ്ങൾ കണ്ടിട്ടോ. ഇനി അവനെ സോപ്പിട്ടേക്കാണ്, അവൻ നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടപ്പോ പിന്നെ അവരെന്തെങ്കിലും ഒരു പണി എടുക്കണല്ലോ. അതുകൊണ്ട് തന്നെ അടിച്ചുതരാം. അപ്പൊ അതിന് ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മൾ ചൂടായിട്ട് വരുമ്പോ തന്നെ അവരും ചൂടൊക്കെ ആയിട്ട് വരും മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അവൻ്റെ അടുത്തായിരുന്നു കഴിഞ്ഞു. പിന്നെ കുറച്ച് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറണ്ടൊക്കെ പോകുന്നില്ല, എത്രയൊക്കെ അടിച്ചതില്ല. അപ്പൊ കറണ്ട് പോകുകയില്ലെന്നും അറിയില്ല. അപ്പൊ കുറച്ച് പെട്ടെന്ന് വാഷ് ചെയ്ത് തീർത്തിട്ട് വിചാരിച്ചു. അപ്പൊ ഞാനാണെങ്കിൽ ടാപ്പ് ഓണാക്കിയിട്ട് കണ്ട് തീർത്ത. അപ്പോൾ തന്നെ കുറച്ച് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കടലക്കറി ഇവിടെ ഈ ഒരു ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോഴേക്ക് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ പൊടി ഇട്ട് കൊടുക്കണം.
വാഷ് മെഷീനിൽ ഒരു തവണ എന്താ വാഷ് ചെയ്ത് കഴിഞ്ഞ ഒരു ഇതാട്ടോ അലാരം അടിഞ്ഞത് അപ്പൊ നിങ്ങൾ കേട്ടത്. അപ്പൊ ഇനി ഏതായാലും നമുക്ക് നമ്മളെ കടലക്കറി ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. പിന്നെ അതിലേക്ക് എന്താണ് ഞാൻ വെളുത്തുള്ളിയും കടുക് കേട്ടോ മാത്രം എടുത്തുകൊണ്ടാണ് ഞാനിത് താളിച്ചെടുക്കുന്നത്. വെളുത്തുള്ളിയും കടുക് പിന്നെ പച്ചമുളകൊക്കെ ഞാൻ ആദ്യം എടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ട് നമ്മൾ ഈ കറി റെഡിയാക്കി എടുക്കട്ടോ. തേങ്ങക്കൊക്കെ ഒരു ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം തേങ്ങ ഒന്നും കിട്ടാൻ കേട്ടോ. ഇല്ലാതൊക്കെ പിന്നെ ആട്ടി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കറി ഉണ്ടാക്കുന്ന കറികളിലേക്കൊന്നും അങ്ങനെ തേങ്ങ ഇടാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഇതിൽ പോയി ഈ ഗ്രീൻ പീസിന്റെ കറി വെള്ളക്കടലേന്റെ കറി ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ തേങ്ങ അത്യാവശ്യമായിട്ട് വരും കേട്ടോ. ഇത് തേങ്ങയുടെ ഇത് കിട്ടില്ല കേട്ടോ. ഇവിടെ ഉണ്ടാക്കി എന്നാലും കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു തേങ്ങ കിട്ടുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ തേങ്ങ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ഇതാക്കി കേട്ടോ. തേങ്ങ എന്താണ് ഇപ്പൊ തേങ്ങക്ക് കുറച്ച് ടൈറ്റ് കാരണം തന്നെ തേങ്ങ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതൊക്കെ നാട്ടി കഴിഞ്ഞ് കൺവോയ്സ് കൊടുക്കുന്നിടത്ത് എന്തൊക്കെ എറർ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്തൊക്കെ ഞങ്ങളോട് പറഞ്ഞെന്ന് എനിക്ക് കേൾക്കാൻ പോലും കഴിയുന്നില്ല കേട്ടോ. എന്തായാലും VN ഇടയ്ക്കിടയ്ക്കുള്ള പ്രശ്നം കേട്ടോ. കുറെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേക്കും വോയിസ് ചിലപ്പോൾ ഒന്നും എനിക്ക് തന്നെ കേൾക്കാൻ കഴിയില്ല. പിന്നെ അത് എക്സ്പോർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഏതായാലും ഇതാ നമുക്ക് ഇതിലേക്ക് തേങ്ങ വേണമെങ്കിലൊക്കെ അരച്ചെടുക്കാം. അപ്പൊ ഇതിന്റെ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തി കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികളെ കുറച്ച് കുട്ടികളെ എന്താണ് പുതക്കണ കുറച്ച് എന്താണ് ബെഡ്ഷീറ്റ് ഇതൊക്കെ ഉണ്ട്. പുതപ്പ് ഇതൊക്കെയാണ് ബെഡ്ഷീറ്റില്ല സോറി അവർ പുതക്കണ പുതപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് വാഷ് മെഷീനിൽ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഉണക്കി ഇനി ഇത് പുറത്ത് കൊണ്ട് തോരക്കിടാം കേട്ടോ. അങ്ങനെ രാവിലത്തെ നീർദോശ ഉണ്ടാക്കലും കറി ഉണ്ടാക്കലും ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ കഴിഞ്ഞതാ മിന്നോളെ ഞാൻ കടയിലേക്ക് പറഞ്ഞേക്കാൻ കേട്ടോ. എന്താണ് കുറച്ച് പഞ്ചസാര ഉപ്പൊക്കെ ഇവിടെ കിട്ടാണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവളെ പറഞ്ഞേക്കണം. കുറച്ചു നേരം ഫോണൊക്കെ കണ്ട് ആസ്വദിച്ചു. അപ്പൊ എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ ഫോണും വേണം. അപ്പോൾ ഞാൻ കുറച്ചു നേരം ആ രീതിയിൽ കുറച്ചു നേരം കണ്ടോട്ട് വിചാരിച്ചിട്ടു. അപ്പൊ അങ്ങനെയൊക്കെ സൂപ്പിട്ട് അവളിഞ്ഞ് പറഞ്ഞേക്കട്ടെ. അവൾ ഇനി പോയി വരട്ടെ. അപ്പൊ ഇനി പഞ്ചസാരയും ഇതൊക്കെ വേണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടോ. അപ്പൊ ഇതൊക്കെ അങ്ങനെയൊക്കെ ഒപ്പിച്ചു. അപ്പോൾ ഇനി എന്താ അവള് വന്നിട്ട് നല്ല ഇനിയിപ്പോൾ മീൻ വാങ്ങാനൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മീനും വാങ്ങി വെക്കുക. അപ്പൊ അത് എന്താണ് വറ്റിച്ചെടുക്കുക. അപ്പൊ മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ 500 മീൻ 1 കിലോ മീൻ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും ഉമ്മാനോട് പറഞ്ഞു നമുക്ക് ഇനി പപ്പായ പറിച്ചോണ്ടിരുന്നാലോ, പപ്പായ കറി ഉണ്ടാക്കിയാൽ പപ്പായ എന്താണ് താളിച്ചതും മീൻ വറ്റിച്ചതൊക്കെ മത്തി വറ്റിച്ചതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് പപ്പായ കിട്ടാൻ വേണ്ടി ഒന്ന് പോയി വെച്ചോ. അപ്പൊ ഞാൻ ഒരു കമ്പിക്ക് കൊണ്ട് കമ്പിക്ക് ഒരു കോഫിയൊക്കെ ഇട്ടുകാണ്ട് ഉമ്മ കെട്ടി തന്നു കേട്ടോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞാൻ പപ്പായ പറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അപ്പൊ എനിക്കാണെങ്കിൽ കിട്ടുന്നതല്ല കേട്ടോ. എന്റെ കൈ കൊയ്യാന്നല്ലാതെ കൈ കൊയ്ഞ്ഞാണ്ട് തോട്ടിയുടെ ചാടാന്നല്ലാതെ എനിക്ക് പപ്പായൊന്നും കിട്ടില്ല കേട്ടോ. കുറെ കുത്തി പല പപ്പായക്കും കൂട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാ ഉമ്മ രണ്ടാമത് തോട്ടി അല്ല വേറെ തോട്ടിയിട്ട് വന്നിട്ടോ. അപ്പൊ അങ്ങനെ ഉമ്മാക്ക് കിട്ടിട്ടോ. അപ്പൊ ഉമ്മ എന്നെ കളിയാക്കാനൊക്കെ തുടങ്ങിട്ടോ. അത് പോയത് ഏതപ്പോ ശരിയായിട്ട് എനിക്കൊക്കെ കിട്ടിയോ? ഞാൻ പറഞ്ഞില്ല എനിക്ക് അത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്, അങ്ങനെയൊന്നും കിട്ടൂല. അങ്ങനെ പപ്പായ 2-3 കിട്ടിട്ടോ. ഞാനാണെങ്കിൽ തോറ്റ് പിന്മാറാനാവൂലെന്ന് വിചാരിച്ച് കുറെ കുത്തി ചാടിക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടു. പക്ഷെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഞാൻ ജിതുമോനെ ഒരേ ഒരു വാശി. അപ്പൊ അവൻ എന്നെ ഇത് പപ്പായ എന്ന് കേട്ടപ്പോഴേക്കും പിന്നെ അവൻ എന്നെ ഇത് പറിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. പിന്നെ എന്തൊക്കെ പ്രശ്നം എഡിറ്റ് ചെയ്ത് കൊടുത്തില്ല മാറ്റാട്ടോ. വീഡിയോ അവിടെ ഇവിടേക്കായിട്ട് തലങ്ങും കയറി വന്നിട്ടുണ്ട്. ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ പപ്പായ കിട്ടി എന്നെ അത് എന്താണ് തോലൊക്കെ ചെത്തി അതിന്റെ എന്തൊക്കെ കളഞ്ഞ് കറി കട്ട് ചെയ്ത് കറി വെച്ച് അതിലേക്ക് പച്ചമുളകും ആവശ്യത്തിന്റെ ഉപ്പൊക്കെ ചേർത്തിട്ട് എത്ര പച്ചമുളക് വെച്ചതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ഉമ്മ കറിക്ക് ഞാനവിടെ അപ്പുറത്ത് മീൻ നന്നാക്കി കൊണ്ടിരുന്നപ്പോൾ ഞാനത് നോക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ ഒരു കറി ഉമ്മ വെച്ചത് ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. ഉപ്പൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. താളിച്ച് പിന്നെ ചോറ് കൂട്ടിയപ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ പിന്നെ അങ്ങനെയൊന്നും നോക്കാറില്ല. അപ്പൊ അങ്ങനെ അത് വറുത്തെടുക്കുന്നതിന്റെ മുമ്പ് ഞാൻ എന്തെങ്കിലും മറന്നുകാണ്ട് മീൻ വറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും മണ്ണിന്റെ ചട്ടി ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒലിവ് എല്ലാം ഞാനിത് വറ്റിച്ചെടുക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിനില്ല ഇതൊക്കെ ഇട്ടിട്ടില്ല. ഇടുന്നതിന്റെ മുമ്പ് പിന്നെ തോന്നുന്നത് കറി ആദ്യം വറുത്തെടുത്താൽ മതിയെന്നല്ലോന്ന് അങ്ങനെ മറന്നു പോയിട്ട്. അപ്പൊ ഈ ഒരു ചട്ടിന്ന് ചൂടായതുകൊണ്ട് തന്നെ മണ്ണിന്റെ പ്രത്യേകിച്ച് മണ്ണിന്റെ ചട്ടി ചൂടായതുകൊണ്ട് തന്നെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ മതി വിചാരിച്ചു. അപ്പോഴത്തെ സ്റ്റവ് ഉണ്ട് വെച്ചാലും മതി. പക്ഷേ വീഡിയോയിലൊന്ന് നിങ്ങളും കാണിച്ച് ചെയ്യാൻ കേട്ടോ. അപ്പൊ അങ്ങനെ ഇതിലേക്ക് സവാള ഒക്കെ വാട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ടൊമാറ്റോ ചേർത്തിട്ട് ഒരു വലിയൊരു ടൊമാറ്റോ ഉണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കിയിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാം ഇതിലേക്ക് റെഡി ആക്കിയിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വിചാരിച്ചത് കേട്ടോ. അപ്പൊ എൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങൾ മറന്നു. പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അതൊക്കെ ഒന്ന് ചതക്കിയെടുക്കാൻ കേട്ടോ. അതൊക്കെ നമ്മൾ നിർത്തനായിട്ട് ചതക്കിയെടുക്കാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇത്ര അളവ് കേട്ടോ. പിന്നെ 2-3 പച്ചമുളക് കാര്യമായിട്ട് ചീരമുളക് 2 ചീരമുളകും 1 പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനാദ്യം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു പച്ചമുളകും ചീരമുളകും ഒക്കെ അത് പിന്നെ ഇവിടെ കാണാനോ. പിന്നെ അത് അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ വേറെ എടുത്ത് തുടങ്ങാണ്ട് ചെയ്യാൻ പിന്നെ ചതക്കി കൊടുക്കട്ടോ. അപ്പൊ ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ട് വയറ്റി കൊടുക്കാം കേട്ടോ. ഇനി എന്താ കുറച്ച് പുളിവെള്ളമൊക്കെ ചേർക്കാനായിട്ട് അതൊക്കെ ഞങ്ങൾ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു കുറച്ചൊരു പുളി ചേർത്ത് കൊടുത്താലാണ് മീൻ വറ്റിക്കുമ്പോൾ രസം. അപ്പോൾ എത്ര നമ്മൾ തക്കാളി കുറെ ഇട്ടിട്ടും ആ ഒരു പുളി വരാനേ രസമില്ല, ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ നല്ലൊരു പുളിയൊക്കെ വരുന്ന തക്കാളിക്ക് ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ആ ഒരു തക്കാളി തന്നെ മതിയോ ആ തക്കാളിന്റെ ടേസ്റ്റിന്. അപ്പോൾ ഒരു പുളി ഇല്ലാത്തൊരു തക്കാളി ആയതുകൊണ്ട് തന്നെ കുറച്ച് പുളിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോഴേക്കും അപ്പുറത്ത് ഞാൻ കറി നമ്മളെ പപ്പായക്കറി വറുക്കാൻ വേണ്ടിയിട്ട് വരാം കേട്ടോ. നമ്മൾ പപ്പായക്കറി വറുക്കണം. അപ്പൊ അതിലേക്ക് വെളുത്തുള്ളിയും കടുക് കേട്ടോ. വെളുത്തുള്ളി കടുക് പൊട്ടിയതിന് ശേഷം പിന്നെ കുറച്ച് വെളുത്തുള്ളി അവിടെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചൂടായി കറിവേപ്പിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മള് കറി വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കുക്കറിന് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഒഴിച്ചെടുത്തിട്ട് നമ്മളെ കറി റെഡിയിട്ടിട്ട് അപ്പം നമ്മളെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർക്കാതെ നല്ല അടിപൊളി പപ്പായ കറി ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. കുറച്ച് ഉപ്പ് കുറവാണ് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഉമ്മ പറഞ്ഞ ഉപ്പ് കുറവാണ്. അപ്പൊ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ കഴിച്ചിട്ടോ. അപ്പൊ ഉമ്മയാണ് ഇല്ല. അപ്പോൾ ഇത് അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പായ കറി നല്ല സൂപ്പർ ടേസ്റ്റ് ഇനി റെഡി ആക്കിയിട്ട് ഈ ഒരു മീനൊന്ന് ലെവലാക്കി എടുക്കണം. അപ്പോൾ ഇതാ കുറച്ച് പുളി കുതിർത്താൻ വെച്ചതിൻ്റെ വെള്ളം എന്താ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കണം. ഇനി ഉപ്പ് പാകാക്കി എന്താണ് ചേർത്തി കൊടുക്കുക. ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് എന്തെങ്കിലും മസാലകൾ ഞാൻ ചേർക്കുന്നു ഇല്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർക്കണം. ഇനി എന്തൊക്കെ മസാലകളായി എല്ലാവർക്കും അറിയില്ല. അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ലെവലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. പറഞ്ഞൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെറിയതായിട്ടൊക്കെ മാറ്റിയിട്ട് അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചെടുത്തിട്ടോ. കുറച്ചും കൂടിയൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ വെള്ളമൊക്കെ കൂട്ടി കൊടുത്ത് ഇതാക്കിയിട്ട് അപ്പോൾ ഇതിലേക്ക് ഒരു ടൊമാറ്റോ ഒരു ഉള്ളിൻ്റെ ഒരു സവാളിൻ്റെ പകുതിയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ വല്ലാതെ വെള്ളം ചേർക്കാനും ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, പെരിഞ്ചീരകപ്പൊടിക്ക് വേണമെങ്കിൽ ചേർക്കട്ടെ. അതൊക്കെ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നന്നാക്കി കഴുകി വെച്ച മത്തി മീനില്ലേ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ടെടുക്കട്ടോ. അപ്പോൾ എന്തോ ഒന്ന് കുറവുണ്ടായി തോന്നി. കുറച്ച് എനിക്ക് കാണിച്ചാൽ കുറച്ച് മസാലകൾ കുറവുണ്ടെന്ന് കരുതിട്ടോ. അങ്ങനെ തോന്നിയാൽ ഞാൻ പിന്നെ വീണ്ടും ചേർത്തിട്ടുണ്ട്. ഈ പറഞ്ഞ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയൊക്കെ അങ്ങനെ കുറച്ചൊക്കെ ചേർത്തപ്പോൾ എനിക്കൊരു പാകം കിട്ടി. അപ്പോൾ നമ്മൾ നന്നാക്കി വെച്ച മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇനി എന്താണ് ഈ ഒരു രാത്രിക്കൊക്കെ ഈ ഒരു ഇത് ഒരിക്കൽ കഴിച്ചാൽ പിന്നെ എന്താണ് ഈ ഒരു മത്തി കുട്ടികൾക്ക് ഇഷ്ടമല്ല കേട്ടോ. രാത്രി ഒന്നും അവർക്ക് കഴിക്കൂല. അതുകൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് മതി വിചാരിച്ചു. ഒരു നേരത്തിനില്ല കൂട്ടാനൊക്കെ മതി വിചാരിച്ചിട്ട് തന്നെ ഒരു കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഇനി ഫ്രിഡ്ജിക്ക് വെക്കാൻ വിചാരിച്ചു. രാത്രി ആകുമ്പോൾ ഞാൻ അത് പൊരിച്ചും കൊടുക്കാമല്ലോ കുട്ടികൾ അങ്ങനെ കഴിച്ചോളൂ. അപ്പം നമ്മളെ മത്തി വറ്റിച്ചത് മത്തി വരട്ടി എന്ത് വേണമെങ്കിലും പറയാം അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് റെഡി ആയിട്ടില്ല, കുറച്ചും കൂടി ഒന്ന് ആവട്ടെ. അപ്പം ഞാൻ റെഡി ആവും. അപ്പം ഇതിലേക്ക് എന്ത് ചെയ്തു പിന്നെ കുറച്ച് നൂഡിൽസത്തെ ഒരു മാഗി മസാല ഇതിൽ ബാക്കിയിട്ടുണ്ടായിരുന്നു. അത് കുട്ടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് ഒലീവ് ഓയിലിനെ പാകം ചെയ്തതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ചൊയ തോന്നിയിട്ട് അപ്പം കുട്ടികൾ കഴിക്കൂലെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എനിക്ക് ടേസ്റ്റ് നോക്കിയപ്പോൾ ഇതില്ല തോന്നിട്ടോ. അപ്പൊ ആ മാഗിപ്പൊടിയാണ് ഇതിലേക്ക് എനിക്ക് ചേർത്തപ്പോൾ എനിക്ക് ആ ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിന്റെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചേർത്ത് നന്നാക്കി മിക്സ് ചെയ്ത് അപ്പൊ നമ്മളുടെ മീൻ വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഇതിന് ഒലിവ് ഓയിലിൽ വറ്റിച്ചതുകൊണ്ട് ടേസ്റ്റ് ഇല്ല എന്നില്ല കേട്ടോ. അപ്പം കുട്ടികളൊക്കെ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട്, ഉമ്മയും പറഞ്ഞ് എല്ലാവരും പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അവർ പിന്നെയും കഴിക്കുന്നു കേട്ടോ. ഞാൻ പിന്നെ പേടിച്ച് ഇരിക്കേനി കുട്ടികൾ കഴിക്കൂലെന്നൊക്കെ. അതുകൊണ്ട് തന്നെ ആ മാഗിപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ ഭയങ്കര സൂപ്പർ ടേസ്റ്റി ആയിട്ടോ. ഞാൻ ആ മാഗി പൊടി ഇടുന്നൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്കും വിചാരിച്ച് നിങ്ങൾ കണ്ട് ഉണ്ടാക്കിയാണ്ട് ഇത് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞാലും വിചാരിച്ചിട്ട് അത് കാണിച്ചില്ല. പക്ഷെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കും. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കും ഇൻഷാ അല്ലാഹ്. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.